ഹലോ, നമ്മളിപ്പോൾ മലേഷ്യയിൽ കോലാലംപൂർ എത്തി. കോലാലംപൂർ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മളൊരു എയർബിഎൻബി ആണ് എടുത്തത്. എയർബിഎൻബിയുടെ ഹോം ടൂർ കാണിക്കാമെന്ന് വിചാരിച്ച്. സംഭവം നല്ല രസമുണ്ട്. നമ്മൾ 2 കുട്ടികളുണ്ട്, ഡാഡ, മമ്മി, ഞാൻ, ലിയോ, നീനു, സെബിൻ, ഇങ്ങനെ ഇത്രയും പേരുണ്ട്. എന്തോ അപ്പൊ മുന്തിരി തരാൻ. ഓക്കെ, സോ ഹോം ടൂറിലേക്ക് പോവാം. ഇതാണ് കയറി വരുമ്പോൾ തന്നെയുള്ള സ്പേസ് ആണ് ഇത്. ഹോൾ, ലിവിങ് സ്പേസ് അങ്ങനെ പറയാം. ഇവിടെ തന്നെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ നല്ല വിശാലമായ ബാൽക്കണി ഉണ്ട്, നല്ല കൗച്ചസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്ത് കണ്ടോ, അതായത് കാണിക്കേണ്ട പിള്ളേരെ കാണിച്ചാൽ ചിലപ്പോ എല്ലാരും ഇങ്ങനെ കാണാം. ലിയോ, മമ്മി, ലൂക്ക, ആഡൂസും. പിള്ളേര് വിശന്നിട്ടാണെന്ന് തോന്നണ്. വെള്ളം കുടിച്ച് വിശപ്പ് പാവം പിള്ളേര്. ഓക്കെ, ഇതുണ്ട്. നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ ആണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ചിമ്മിണി, പിന്നെന്താ, അതെ, ഇവിടെ എല്ലാം സ്റ്റൗ ഉണ്ട്, ഓവൻ, ഫ്രിഡ്ജ് ഉണ്ട്, ഓവൻ ഉണ്ട്. പിന്നെ നമുക്ക് വാട്ടർ ഹീറ്റർ, കാര്യങ്ങള്, പ്യൂരിഫയർ എല്ലാം ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കാണാം. നമ്മളിപ്പോ സപ്പോസ് എന്തെങ്കിലും കുക്ക് ചെയ്യാനുണ്ട്, കുക്കിങ്ങിൽ കിച്ചണിലാണെങ്കിൽ നമുക്ക് ആ സമയം പിള്ളേരെ അവിടെ എന്ത് ചെയ്യുന്നു കാണാം. നല്ല വ്യൂ ഉണ്ട്. ഹായ് ഡാഡാ. അത് ഓണായിരുന്നു ഓൾറെഡി. അങ്ങനെ പിന്നെ ആദ്യത്തെ റൂം ഇതാണ്. ഇത് ഒരു മീഡിയം സൈസ്ഡ് റൂമാണ്. ഇങ്ങനെ നമുക്ക് ഈ മിറർ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് തോന്നും. ഇവിടെ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കാണാം. എവിടെ, ഓ ഓക്കെ, വ്യൂ ഉണ്ട്. ഭയങ്കര സെറ്റപ്പ് സിറ്റി വ്യൂ അല്ല, പക്ഷെ നല്ലതാണ്. ഇതാണ് ഫസ്റ്റ് വാഷ്റൂം വരുന്നത്. ഒരു നോർമൽ വാഷ്റൂം. നമുക്ക് ബാത്ത് ഏരിയ ഉണ്ട്. പിന്നെ ഹായ്, ഓക്കെ, ഇതിങ്ങനെ. ഹായ് ലൂക്ക, ഹായ് നീനു. ഇതാണ് ഇതൊരു ചെറിയ റൂമാണ്. പിന്നെന്താ, ഇവിടെ മിറർ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് തോന്നും. എക്സ്ട്രാ ബെഡ് ഉണ്ട്. അയ്യോ, ഉറക്കാൻ വരണല്ലേ. ഇവിടെ ഒരു നോർമൽ ഒരു ചെറിയ വാഷ്റൂം. ഓക്കെ, കൊള്ളാം, മിറർ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയാണ് മെയിൻ നമ്മളുടെ റൂം. ഇത് ആർക്ക് എന്നുള്ളത് ഞങ്ങൾ ഞറക്കിട്ട് എടുക്കുന്നതാണ് അല്ലേ. ഓ, അടുത്ത വ്ളോഗർ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അടിപൊളി. ഇവിടെയാണ് ഏറ്റവും വലിയ ബെഡും. എല്ലായിടത്തും ഒരു റൂം ഒഴിച്ച് ബാക്കി 2 റൂമിനും വ്യൂ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ബാത്റൂം ആക്ച്വലി നല്ലതാണെന്നാണ് ലിയോ പറഞ്ഞത്. ഓ, ഇവിടെ ഒരു ഓഫീസ് സ്പേസ് പോലെ നമുക്കിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ വാഷ്റൂം. ഓക്കെ, അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വാഷ്റൂം. അതൊക്കെ തന്നെ, വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ അതാണ് നമ്മുടെ ഹോം ടൂർ. സോ ഇതാണ് നമ്മുടെ ഹോം ടൂർ. ഇനി നമ്മളിവിടെയൊക്കെ യൂസ് ചെയ്ത് വരുമ്പോഴേ അറിയുള്ളൂ എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ. ഓക്കെ, സോ വേറെ മലേഷ്യ കോലാലംപൂർ എന്നുള്ള വീഡിയോസ് ആയിട്ട് കാണാം. ബൈ. സോ വെൽക്കം ടു അവർ സെക്കൻഡ് Airbnb ഹോം ടൂർ. നമ്മളിപ്പോൾ താമസിക്കുന്നത് തമൻ വായു ബാട്ടു കേവ്സിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ബാട്ടു കേവ്സ് പോകാം, ജെൻഡിങ് ഹൈലൻഡ്സ് പോകാം എന്നുള്ള പ്ലാനിലാണ് നമ്മളിവിടെ റൂം എടുത്തത്. അപ്പോൾ ഇവിടുത്തെ റൂം എന്ന് പറഞ്ഞാൽ ഒരു 99 റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഫ്ലാറ്റാണ്. ഇതിൽ പുതിയ ഫ്ലാറ്റിൽ ആണ് നമുക്ക് Airbnb കിട്ടിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഹോം ടൂർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, കമാൺ. ഓ, ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഗേറ്റ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ഷൂസ് വെക്കേണ്ടത്. ഇവിടെയൊക്കെ ഷൂസൊന്നും നമ്മളകത്തേക്ക് കയറ്റാൻ പാടില്ല. പിന്നെ ഇതാണ് എൻട്രൻസ്. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെയാണ് ഡൈനിങ് സ്പേസ്. നമ്മൾ ഡൈനിങ് സ്പേസിലിരുന്ന് അധികം ഭക്ഷണം കഴിക്കാറില്ല, എന്നാലും നല്ല ഭംഗിയുള്ള ഡൈനിങ് സ്പേസ്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഒരു സംഭവം, 2 പിള്ളേർ ഇവിടെ ഡ്രോയറൊക്കെ പൊളിച്ചടുക്കി കളിച്ചുകൊണ്ടിരിക്കണേണ്.
ഓക്കെ. സോ ഇനി ഏറ്റവും ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ താമസിക്കുന്നത് 35th ഫ്ലോറിലാണ്. 35th ഫ്ലോർ. ഇത് മൊത്തം 40 or 46, 44 സംതിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എൻ്റെ അമ്മോ, ഓ മൈ ഗോഡ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കണ്ട ഫോണെങ്ങാൻ പോയാൽ എൻ്റെ മാഷേ, ലിയോന് പേടിയായിട്ടൊരു കൈ താങ്ങി പിടിച്ചേക്കണം. സോ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മൾ നേരത്തെ താമസിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് ബിൽഡിങ് പഴയതാണ്. ഇതങ്ങനെയല്ല, ഇത് ഏറ്റവും പുതിയ ബിൽഡിങ് കണ്ടോ. നമ്മൾ താമസിക്കുന്നത് 35th, അതെ ഇനിയും ഉണ്ട് കുറേ, 50 ഉണ്ട്. ഓ അടിപൊളി. ഹായ് ബ്രോ. സോ ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ, സെബിൻ. ഇതുവരെ പരിചയപ്പെടുത്തിയില്ല ആരെയും വീഡിയോയിൽ. ഓക്കെ, നാത്തൂൻ. ഓക്കെ, ഇതാണ്. ഇനി നമ്മൾ കയറി വരുമ്പോൾ തന്നെ സൈഡിലായിട്ടാണ് കേട്ടോ കിച്ചൺ. സോ ഹായ്, ഇതാണ് കിച്ചൺ. കിച്ചൺ ചെറിയ കിച്ചണാണ്, കോമ്പാക്ട് കിച്ചൺ എന്ന് പറയാം. ഇതിൽ പക്ഷെ നമുക്ക് അവിടുത്തെ അത്രയും സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ സ്റ്റൗ ഉണ്ട്, ഗ്യാസ് സ്റ്റൗ ആണ്. മറ്റേ സ്ഥലത്തെല്ലാം ഇലക്ട്രിക് ആയിരുന്നു. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. നമ്മുടെ മറ്റിടത്ത് ഇത്രയും സെറ്റപ്പ് വാഷിംഗ് മെഷീനൊന്നും അല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ അലക്കലൊന്നും കാര്യമായിട്ട് നടക്കില്ല. മറ്റേ ഡ്രയർ ഒന്നുമില്ല, അപ്പം നമ്മൾ വിരിച്ചൊക്കെ ഇടേണ്ടി വരും. അതിനുള്ള സ്പേസ് ഇല്ല. ബാൽക്കണി അടച്ചിട്ടുണ്ടല്ലോ അല്ലേ സെബിൻ? ബാൽക്കണി അടച്ചിട്ടെ, ബാൽക്കണി അടച്ചിടൂ. സോറി, ഇവിടെ വാശിയിലാണ്. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ അവിടേക്കും ഉണ്ട് ഇവിടേക്കും ഉണ്ട്. ഇവിടുത്തെ റൂം നമുക്ക് കാണാം. ഇവിടെയാണ് ഒരു റൂം, ചെറിയ റൂമാണ്, ഭയങ്കര വലിയ റൂമൊന്നുമല്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ടാകും. ഓക്കെ, ഇവിടെ നിന്നും ബാൽക്കണി വ്യൂ കാണാം. പിന്നെ ഇത് നമ്മുടെ വാഷ്റൂം. ഓക്കെ, വേർ ഇസ് ദ ലൈറ്റ്? ആ ലൈറ്റൊന്നും കാണില്ല, എൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. സാധാരണ ഒരു വാഷ്റൂം. ഓഹ് മൈ ഗോഡ്. ഓക്കെ, സാധാരണ വാഷ്റൂം. ഇങ്ങനെ വെറ്റും ഡ്രൈ കോൺസെപ്റ്റ് അങ്ങനെയൊന്നുമില്ല. എവിടെ? പക്ഷേ ഇതിട്ടിട്ടില്ലല്ലോ, ഗ്ലാസ് ഇട്ടിട്ടില്ല, പുതിയതായതുകൊണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് ബാക്കി 2 റൂം. ഇതൊരു കോമൺ വാഷ്റൂം പോലെയാണ്. ഐ തിങ്ക് സോ. ഇറ്റ് ഇസ് ഗുഡ് അല്ലേ? സ്റ്റോർ റൂമാണ്, ഇത് ലോക്ക്ഡാണ്. പിന്നെ ഇതാണ് 2ാമത്തെ റൂം. ഹായ് പാപ്പാ. അതൊരു ചെറിയ റൂം. ഇത് ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ട് പെട്ടി തുറക്കാൻ. ഇനി ഇതാണ് എന്താന്നറിയില്ല, ഇപ്രാവശ്യത്തെ രാജകീയത കിട്ടിയേക്കുന്നത് ഫുള്ള് സെബിൻ ആൻഡ് ഫാമിലിക്കാണ്. കാരണം അവർക്കാണ് ഏറ്റവും മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ആ ലൂക്ക എന്താ, നമുക്ക് കൂട്ടിയിട്ട് കിടക്കാം, ഒറ്റയ്ക്ക് മാറി കിടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം, നല്ല വലിയ ബെഡ്റൂം. അവിടെയും വാഷ്റൂമിന് വല്ല പ്രത്യേകതയുണ്ടോ? നീനും ഉണ്ടാവും അല്ലേ? സോറി. ഹായ്, നല്ല വ്യൂ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇതാണ് 2 ഹോം ടൂർസ്. അപ്പം കോലാലംപൂർ വരുന്നതൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന, ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഐ വിൽ സജസ്റ്റ് ടു ടേക്ക് എയർബിഎൻബി ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഫ്ലാറ്റ്, നല്ല ക്വാളിറ്റിയുള്ള ഫ്ലാറ്റ്സ് വലിയ റേറ്റിൽ അതെടുക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാവില്ല. ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പം ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാം, ഇൻക്ലൂഡഡ് ആയിരിക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി ഫുഡ് എവിടെ പോകണം, ഫുഡ് സ്പോട്ട് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ച് ചിലപ്പം പോയി കഴിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ, ഇപ്പം നമുക്ക് കഴിക്കാനാണെങ്കിൽ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന അപ്പുറത്താണ് ഫുഡ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്തോരം നടക്കണം, ഇവിടെ നിന്ന് അത്രയും നടക്കണം. പിന്നെ ഇതിൻ്റെ അടിയിൽ ഓൾറെഡി 7-Eleven ഗ്രോസറീസ് അങ്ങനെ എന്തോ ഷോപ്പിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. നമ്മൾ അത്രയും ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആക്ച്വലി ട്വിൻ ടവേഴ്സ് കാണാം, ട്വിൻ ടവേഴ്സ് കാണാം, നമ്മുടെ എല്ലാം കാണാം. നമുക്ക് അവിടെ ഓവർ ബ്രിഡ്ജ് പോട്ടെ, നമ്മുടെ ട്വിൻ ടവർ കാണാൻ ഇവിടെ നിന്ന് എല്ലാം കാണാം. ഇവിടെ നിന്ന് ആക്ച്വലി ഓക്കെ, ആ സംഭവമൊക്കെ എല്ലാം കാണാം. നൈസ്. നമ്മൾ അവിടെ പോയിട്ടാണ്
മറ്റന്നാളത്തേക്ക് മേടിക്കണം. ലോട്ടസ് ഉണ്ട്, ലോട്ടസ്. ഓക്കെ, നമ്മൾ ലോട്ടസിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കും, ഷോപ്പിംഗ് അങ്ങനെ. ഹായ് ആടു, ഹായ് ബൈ പറയോ, ബൈ ബൈ ബൈ. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മേലെ ടെറസ് വ്യൂ ആണ് കേട്ടോ. സ്കൈ എന്നാണ് ഇതിൻ്റെ പറയുന്നത്. നമ്മൾ 99 റെസിഡൻസിൻ്റെ സ്കൈ എന്ന് വെച്ചാൽ 55 അല്ലെങ്കിൽ 54 അല്ലെങ്കിൽ 55 നിലേൻ്റെ പൊക്കത്താണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഹൈറ്റിൽ കയറുന്നത്. നമ്മൾ പെട്രോണാസ് ട്വിൻ ടവറിൽ കയറിയാലും എനിക്ക് തോന്നുന്നു ഇത്രയും ഉണ്ടാവില്ലായിരിക്കും എന്ന് തോന്നുന്നു. കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ, കൊള്ളാം. യാ, അവിടെ കാണുന്നതാണ് പെട്രോണാസ് ട്വിൻ ടവേഴ്സ്, മിനാര, മെർദേക്ക എല്ലാം. വാവ്, അമേസിങ്. ഇനി ഇങ്ങനെ സീറ്റിംഗ് സ്പേസ്, അടിപൊളി. ഇപ്പം ഞാൻ ഞങ്ങൾ നട്ടുച്ചയെന്നല്ല, വൈകുന്നേരം ആയി വരുന്നേ ഉള്ളൂ ആണ് ഈ വന്നിരിക്കുന്നത്. വൈകുന്നേരം ഇവിടെ നന്നായിരിക്കും. പച്ചക്കുതിരയാ? ഓ മൈ ഗോഡ്, കൊള്ളാം. അപ്പം ഇവിടെ കുറേ ഉണ്ടാവും അങ്ങനത്തെ. വളർത്തണോ? അറിയില്ല കേട്ടോ. ലിയോ അങ്ങനെയൊക്കെ പലതും പറയും. നല്ല പച്ചപ്പും ചെടിയൊക്കെ നട്ടി ഇത്ര ഹൈറ്റിൽ ഇത്രയും ചെടിയൊക്കെ വളരുമല്ലേ. മൈ ഗോഡ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ബാട്ടു കേവ്സ് ആണ് കാണുന്നത്. പേടിയാണ്, സോറി, പേടിച്ചു പോയി. അവിടെ ബാട്ടു കേവ്സ് ആണ്, ബാട്ടു കേവ്സിന്റെ മല. അത് ഏത്? അതല്ല, സോറി ഗൈസ്, അതായിരുന്നു ബാട്ടു കേവ്സ്. അല്ല, അതുപോലത്തെ ഒരു മല കണ്ട്, അപ്പൊ അതായിരിക്കും എന്ന് വിചാരിച്ചത്. എന്റെ സൗണ്ടൊക്കെ പോയിട്ടാ ട്രിപ്പിലോട് കൂടെ. ഇന്നലെ ഇവിടെ പോയില്ലേ, ഇത് ഒരാൾ തുണിയിലാ നിൽക്കണം അവിടെ. ഇവിടെ ഇൻഫിനിറ്റി പൂൾ ഉണ്ട്, പക്ഷെ ഇത് കണ്ടോ, ഇൻഫിനിറ്റി പൂൾ. ഓ മൈ ഗോഡ്. പക്ഷെ ഇത് നമുക്ക് ഇൻഫിനിറ്റി പൂൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട്, പ്രത്യേകം നമ്മുടെ റൂൾസിലുണ്ട് കേട്ടോ. കൊള്ളാം. പിള്ളേരായിട്ട് ഇവിടെ വന്നെന്നുണ്ട്, പക്ഷെ പിള്ളേരെ അങ്ങനെ വെള്ളത്തിൽ കയറി ചാടിയിട്ടുണ്ടെങ്കിൽ കൂടെ ചാടാനും ഇവിടെ പറ്റില്ല. അത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണ കാണാൻ അവരോട് കുളിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് പാർക്ക്. അവിടെ ഫുൾ പൂളാണ് കേട്ടോ. ഇത് നോർമൽ പൂളുണ്ട്, അവിടെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഡ്രസ്സൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അവിടെ നമ്മൾ ഇറങ്ങാൻ പറ്റുമോയെന്നൊന്ന് നോക്കണം. പിന്നെ ഇവിടെ ഫുൾ ഇങ്ങനെ പാർക്ക് കാര്യങ്ങൾ. ഇവിടെ നിന്ന് നമുക്ക് KL ടവറും മിനാറൊക്കെ കാണാം. ഇത് കണ്ടില്ലേ, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. വെരി നൈസ്. ഇവിടെ ഇങ്ങനെ സിറ്റിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിച്ച് ഇവരൊക്കെ കഥയൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വന്നപ്പോൾ ഇവിടെ പിള്ളേർ സൈക്കിൾ ഔട്ടുന്നുണ്ടായി. ഇവിടെ ബ്യൂട്ടി പാർലർ ഫെസിലിറ്റീസ് വരെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിരുന്നിട്ട് ഇവിടെ പ്രൈസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. VIP ബെനിഫിറ്റ്സ്, ഹെയർ കട്ട്, ഫ്രിഞ്ച്, മോഷൻ ലോ. മുടി കിട്ടണോ? സോ ഇതാണ് നമ്മുടെ കൺവീനിയൻസ് സ്റ്റോർ. താഴെ തന്നെ 10th ഫ്ലോറിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നോർമൽ പ്രൈസാണ് ഇവിടെ, ഇതൊന്നുമില്ല, ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ വാങ്ങിക്കാം, അത്യാവശ്യം സാധനങ്ങൾ കിട്ടും, ബ്രെഡ് അങ്ങനെയൊക്കെ. ഓക്കെ, സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? Airbnb ആണെങ്കിൽ Airbnb ആണെങ്കിൽ ആകെയുള്ള ഒരു പ്രശ്നം, നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ തന്നെ നടന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകേണ്ടി വരും. അതൊരു ഇച്ചിരി അലച്ചിലാണ് ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ടേ വരുന്നതെങ്കിൽ, അല്ലേ മീനു? അതാണ് ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നില്ല, അതെ, പിള്ളേരെ പോലെ ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല, ഒന്നും കഴിക്കണ്ട. പിന്നെ എന്താ, കിച്ചണൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷെ കുക്ക് ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല, അവർ കഴിക്കുന്നില്ല. എന്നാലും പാല് മേടിച്ച് നമുക്ക് തിളപ്പിച്ച് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, ഇവിടെ വീഡിയോ എടുക്കാൻ കൊള്ളാം അല്ലേ, നല്ല ലൈറ്റൊക്കെ ഉണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ഈ റാബിറ്റ് ഇഷ്ടപ്പെട്ടു. ഒരു പാട്ട് പാടുന്നു. എന്നെ സെബിൻ എന്നെ റാബിറ്റ് എന്നാണ് വിളിക്കുന്നത്.
ഓക്കെ. സോ അതൊക്കെയാണ് നമ്മുടെ ഹോം ടൂർ. വേറെന്താ, നമ്മൾ Airbnb യൂസ് ചെയ്താണ് എപ്പോഴും ബുക്ക് ചെയ്യാറ്. ഇവിടെ ആണെങ്കിലും എല്ലായിടത്തും മിക്കടും. അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പം see you. Bye bye.